നമ്മുടെ അടുത്ത ട്രിപ്പ് കായെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കായെടുക്കുക നമ്മളെ ഏലക്കാ വിളവെടുപ്പ്. അപ്പോൾ ഇത്തവണ കാ കുറവാണ്. കഴിഞ്ഞ തവണത്തെ അത്രയും കാണത്തില്ല. നമ്മുടെ രണ്ടാമത്തെ വിളവെടുപ്പല്ലേ? രണ്ടാമത്തെ അല്ല, നാലാമത്തെയോ? ഈ വർഷത്തെ രണ്ടാമത്തെ അല്ലേ? ഈ വർഷം 26-ലെയോ? 26-ലെ അല്ല, സീസൺ കായെടുപ്പ് സീസണിലെ. നമുക്ക് കഴിഞ്ഞ റൗണ്ട് എടുത്ത് അത്രയും തന്നെ കാ കിട്ടത്തില്ല ഈ റൗണ്ട്. ഇനിയിപ്പോൾ വെയിലായില്ലേ, വേനൽക്കാലം ആകുമ്പോഴത്തേനും കാ കുറയും. നന്നായിട്ട് പഴുത്തേ 57 ദിവസമായിരുന്നു കായ എടുത്തിട്ട്, കൊണ്ട് നല്ലതായിട്ട് പഴുത്തു. അടുത്തല്ലേ നമ്മൾ ആദ്യത്തെ കായല്ല ഈ കൊത്തല പറിച്ചതായിരുന്നേ. പിന്നെ നിന്നത് ഇത് പഴമാണ്. എങ്ങനെയാണ് ഈ കായ എടുക്കുന്ന കണക്ക് എല്ലാം പറിക്കണം? എല്ലാം പറിക്കണ്ട. ഇത് ശരം. ഈ കാണുന്ന ഓരോ ഇത് കണ്ടോ, ഇതിന് കൊത്ത്. ഇതാണ് കൊത്തെന്ന് പറയുന്നത്. ഇതെല്ലാം കൊത്ത്. ഇതിനകത്തെ ഇത്രയും കാ നമ്മൾ പറിച്ചതാ. ഇത് 5 എണ്ണം പറിച്ചിട്ടുണ്ട്. ബാക്കി വന്നേക്കുന്നത് ഇതിനകത്ത് ഇപ്പൊ ഇത് പഴവാ. അല്ല, അങ്ങനെ നോക്കിയെടുക്കുവാണോ അതോ ഈ പറിച്ചു വരുന്ന അളവിൽ തന്നെ? നമുക്കറിയാം, സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാമല്ലോ. അപ്പൊ ഇത് പഴവാ, ഇത് നല്ല പഴം മാത്രമേ പറിക്കൂ. ഇത് പഴമായതുകൊണ്ട് ഇതിന്റെ അടുത്ത് നിൽക്കുന്ന ഇതും കൂടെ പറിക്കാം. അപ്പൊ ഇതിന്റെ അരി കറുത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ 3 എണ്ണം വെച്ചൊക്കെ പറിക്കും. നിങ്ങളെപ്പോ തുടങ്ങിയതാ? ഞങ്ങൾ 8 മണിക്ക്. ഇന്നല്ലേ ഫസ്റ്റ് ദിവസം? ഇന്ന് ഫസ്റ്റ്. നമ്മുടെ പറമ്പ് മുഴുവൻ ഈയിടെ കുറെ ചേട്ടന്മാരെ കൊണ്ട് കിളപ്പിച്ചതാ കേട്ടോ. അത്യാവശ്യം കായില്ലാത്തതിലും ആയി. ഇനി അവരേറ്റവും താഴെ നിന്നാ തുടങ്ങിയേക്കുന്നേ. ഇനി അവിടുന്ന് വന്ന് അങ്ങ് മണ്ടേ വരെ അവർക്ക് എടുക്കണം. എന്നാ അമ്മ പരിപാടി? ഇന്നേ ഫ്രിഡ്ജിലോട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ബോക്സുകളെല്ലാം വന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ട് വന്ന പച്ചക്കറി എല്ലാം കവറിനകത്തൊക്കെ കെട്ടിയായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചത്. നമുക്കിതെല്ലാം പെറുക്കി ബോക്സിലാക്കി വെക്കാം. അച്ഛ രാത്രിയിലത്തേക്ക് പൊറോട്ട മേടിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കറി രാത്രിയിലത്തേക്ക് എന്നെ സെറ്റ് ആക്കും. ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ? കുറെ നാളായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നാണെങ്കിൽ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് കോളിഫ്ലവർ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, വെജിറ്റബിൾസും ചിക്കനും ഇരിപ്പുണ്ട്. എങ്കിൽ നമുക്ക് ചിക്കൻ കറി സെറ്റ് അല്ല, എന്നാ ചില്ലി ചിക്കൻ ഉണ്ടാക്കാവോ? ചില്ലി ചിക്കൻ സെറ്റ് ആക്കിയാലോ? ചേട്ടാസൻ അവനോട് ചോദിച്ചേ, അവനെ വിളിച്ചോണ്ട് വാ. അപ്പൊ അമ്മയും കുഞ്ഞി ഇവിടെ ഏതാണ്ടൊക്കെയോ പരിപാടിയാണ്. ഇന്നത്തെ കിച്ചൺ ഇൻചാർജ് ആരാ? പോപ്പി. ചില്ലി ചിക്കൻ കറിയാവോടെ? എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയാകോ എന്താവോ എന്തോ എന്തേലൊക്കെ ആട്ടോ ഉണ്ടാക്കി നോക്കാലോ. ഓക്കെ, നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്ത് ഇടണം. അപ്പം അതിനുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചെടുക്കാം. അച്ചമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വലിയ പണിയല്ലേ അമ്മേ? ആണോ? അച്ചമ്മച്ചി ചുമ്മാ കൈയിട്ട് തിരിക്കുമ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു വരും. ഇത് കുട്ടികളൊക്കെ ഇട്ട് പൊളിയുന്നില്ല. പൊളിച്ച് പഠിക്കണ്ടേ? എനിക്കറിയായിരുന്നു, കുറെ ദിവസമായില്ലേ ചെയ്തിട്ട്, ടച്ച് വിട്ട് പോയതാ. സാരമില്ല, ഇനി സ്ഥിരം ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ടല്ല, കല്ലിൽ വെച്ചിട്ടാണ് പേസ്റ്റ് ആക്കുന്നത്. ടേസ്റ്റ് കൂടുമായിരിക്കും. അതറിയത്തില്ല. അരിഞ്ഞു തരണോ? ഇതും തന്നെ അരിയുവോ? അരിഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. സവോള വേണം, ക്യാപ്സിക്കം വേണം, മറ്റേ കോളിഫ്ലവർ ഒക്കെ അരിഞ്ഞ് മറ്റേ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മിടുക്കി. ഇതിപ്പം പേര് നിനക്കും പണിയെടുക്കുന്നത് ഞാനും ആണെന്ന് തോന്നുന്നല്ലോ. ഉണ്ടാക്കുന്ന ഞാനല്ലേ, ഞാൻ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ. എന്നാ ഞാനിത് ഇവിടെ വെച്ചേക്കാം. അല്ലാതെ അരിഞ്ഞോ? അരിഞ്ഞോ. അത് പുരട്ടി വെക്കണ്ടേ? ചിക്കൻ പുരട്ടി ഒരു അരമണിക്കൂറേലും വെക്കണ്ടേ? ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. പെട്ടെന്ന് ചതയ്ക്ക്. ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട്, കോളിഫ്ലവറും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലിട്ട് മുളക് പൊടി ഇട്ട് വെക്കാം. മതിയോ? ഇച്ചിരി കൂടി ഇട്ടോ. മതിയോ? ചലോ ഇട്ടോ, പേടിക്കണ്ട. മതിയോ? അല്ല, മറ്റേതിലും കൂടി ഇടാവുള്ളതല്ലേ? അതിനകത്ത് അര സ്പൂൺ ഇട്ടാലും മതി. മതി. കുരുമുളക് പൊടിക്ക് ഒരു സ്പൂണില്ലേ? കേട്ടോ, കുരുമുളക് പൊടി അത്രയും വേണ്ട കേട്ടോ, നല്ല എരിവ് കാണും. ഇന്നലെ പൊടിച്ച കുരുമുളക്. അത്ര മതിയോ?
ആ അതിൻ്റെ പകുതി ഇട്ടാൽ മതിയായിരിക്കും. ഇതിലോ അതിൽ കുറച്ചിട്ടാൽ മതി. മതിയോ? മതി മതി. നീ ജിഞ്ചർ ഗാർലിക് ഇടൂ. ഇത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല, കുറച്ച് ഫൈബർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് പകുതി പകുതി ഇടണോ? കോളിഫ്ലവറിനകത്ത് ഇട്ടില്ലേലും കുഴപ്പമില്ല, ഇതിലോ ഇട്ടോ. ചിക്കനിലിരിക്കട്ടെ. ചിക്കനകത്ത് ഇട്ടാൽ മതി. പിന്നെ ഇനി എന്നതാ, ഇനി മൈദയും കോൺഫ്ലവറും കൂടെ, മൈദയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. ഇടട്ടെ? ഇട്ടോ. ഇത് കോൺഫ്ലവറാണ്, കുറച്ചും കൂടി ഇടാം അല്ലേ. കുറച്ച് മൈദ ഇച്ചിരി എടുത്തിട്ടുള്ളേ, ബാക്കി അതിലേക്കും കൂടി ഇടട്ടെ. മഞ്ഞൾ വേണം അവിടെ? അതിട്ടല്ലേ അത് കഴുകിയത്. അതിട്ടല്ലേ അത് കഴുകിയത്. ആ മഞ്ഞളിട്ട കഴുകിയത്. കുറച്ച് കോൺഫ്ലവർ വെച്ചേക്കാം, നമുക്ക് ലാസ്റ്റ് മറ്റേ കുറുക്കി ഒഴിക്കണ്ടേ. ആ പിന്നെ മിക്സ് പണല്ലോ. മിക്സ് ചെയ്തു. ഉപ്പിട്ടില്ല. ഇടാം. ഉപ്പിടാൻ മറന്നുപോയി. ആ മുട്ട ഇടണം. മുട്ടയും കൂടെ ഒഴിക്കണം. പകുതി സാധനം മറന്നു പോകാന്നല്ലോ. അതെ, ഉപ്പിടട്ടെ? വിചാരിക്കും അല്ലേ. ഇനി അതിനകത്തെ ഉള്ളതും കൂടെ ഉപ്പിട്ടേക്കാം. മുട്ട എടുക്കൂ. ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഒഴിക്കട്ടെ? അതിലും കൂടെ ഒഴിച്ചോ. നന്നായിട്ട് മിക്സ് ചെയ്തേ. അതിൽ മുട്ട ഒഴിക്കുമല്ലോ. ഒഴിച്ചോ, പ്രോട്ടീനില്ലേ. പ്രോട്ടീനുള്ള എല്ലാം ഒഴിച്ചു. അതെ, നല്ലപോലെ മിക്സ് ചെയ്തോ. മിക്സ് ചെയ്യാം. ചിക്കനും കോളിഫ്ലവറും നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അമ്മ അടുക്കള നല്ല മണമുണ്ടല്ലോ അമ്മ. ഇതെന്തുവാ? കാപ്പിപ്പൊടിക്കകത്തേ മറ്റേ ഉലുവയും ഏലക്കായും ജീരകമെല്ലാം പൊടിച്ച് ചേർത്ത കാപ്പിപ്പൊടി തീരാറായി. ഇത്രയും കൂടെ ഉള്ളായിരുന്നു. അപ്പം ബാക്കിക്കകത്തൂടെ ഞാൻ ചേർക്കാനായിട്ട് പൊടിച്ചതാ. ഇനി ഇതും കൂടെ ഒന്ന് ചേർത്ത് വെക്കട്ടെ. എണ്ണ ചൂടായില്ലേ? എണ്ണ ചൂടായിട്ടുണ്ടേ. ചിക്കൻ ഇട്ടോ. നമ്മൾ ചിക്കനൊക്കെ മസാല സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കട്ടി ചിക്കനെല്ലാം സെറ്റായല്ലേ? ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചെടുത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവറും നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ടല്ലേ. ഇത്ര ഫ്രൈ ആവുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ശരിയാ, കുഴപ്പമില്ല. ഇതിപ്പോൾ ചുമ്മാ അവർക്ക് തിന്നാൻ നല്ലതാ. തിന്നണ്ട. ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അമ്മ പൂച്ചയാന്ന് തോന്നുന്നു. മറ്റേ പൂച്ചയമ്മേ, കണ്ടം പൂച്ചയല്ലേ? ഇനി ഇതെല്ലാം വഴറ്റിയെടുക്കണം. ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇത് നന്നായിട്ട് വഴറ്റണ്ട. ചില്ലി ചിക്കൻ ചെറുതായിട്ടൊന്ന് ഇതാകത്തേ ഉള്ളൂ. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ ചപ്പാത്തിയും കിട്ടുന്നുണ്ടേ. നമുക്ക് പച്ചമുളക് ഇടാം. ഓടിക്കോ. അയ്യോ, ഇനി ബോംബോ. ഇനി സബോള ഇടാം. പിന്നെ സബോള ഇട്ട് കൊടുക്കാം. സവാള വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ക്യാപ്സിക്കം എല്ലാം ഒരു ദിവസം കിട്ടാൻ പോരായിരുന്നു. സവാള ഒന്ന് വാടിയിട്ട് വേണ്ടായിരുന്നോടാ. എല്ലാം കൂടെ ഒരുമിച്ച് വറക്കേ അല്ലേ? ഇതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി ഇടുന്നുള്ളേ. വറുത്ത് വെച്ച എല്ലാത്തിനും അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇട്ടുള്ളൂ. ഇനി അതിനകത്തൊരു സോസും കൂടെ ഒഴിക്കട്ടെ. ഇടാ ടൊമാറ്റോ സോസ് എവിടെ? ഒഴിക്കണേ. സോസ്, ടൊമാറ്റോ സോസ്. റെഡ് ചില്ലി ഒഴിക്കണോ? വേണ്ടായിരിക്കും അല്ലേ? എരിവായിരിക്കും അല്ലേ? മതിയാകുമ്പോൾ പറയണേ. മതിയായിരിക്കൂടാ. സോസ് ഇട്ട് സെറ്റ്. ഇനി അതൊരു വെള്ളം, ഒരു ഗ്രേവി പരിവാണല്ലോ അമ്മേ. ഗ്രേവി പരിവാകാനായിട്ട് ഈ മറ്റേ എന്തുവാ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് കുറുകിയിട്ട് ഇളക്കിക്കോ. കുറുകി വരും ഗ്രേവി. ഇപ്പോഴായിരിക്കും ഒരു ഇതാവുന്നേ. ഇനി എന്നിട്ട് അതിനകത്തോട്ട് ചിക്കനും കൂടി ഇട്ട് ഇളക്കിക്കോ.
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ഇളക്കുക. ഇടട്ടെ? ഇട്ടോ, കുടഞ്ഞിട്ടോ. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ കായെടുപ്പും പണിയും എല്ലാം കൂടെ ആയപ്പോഴത്തേനെ മടുത്തു. മേലനങ്ങാത്തതിന്റെ. അതെ അതെ. എന്നാടാ വീശപ്പാത്തിയോ? ഓക്കെ, അതേ ആയിരിക്കും. കറി വിളമ്പിയാലോ? 4 ഞാൻ തന്നെ. പോപ്പി സ്പെഷ്യൽ ചില്ലി ചിക്കൻ. എങ്ങനെയുണ്ട് പോപ്പി? കഴിച്ചില്ല. കഴിക്കാതെ തന്നെ പറയാം, കൊള്ളാം. ഞങ്ങള് പറയാം, എന്നാ പറ. നീ കഴിക്കുന്നിട്ട് ഞങ്ങള്, നീ കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങള് കഴിക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാവേ. ഇതിന് കമ്പത്തെ ക്യാപ്സിക്കും പിന്നെ കോളിഫ്ലവർ നല്ല ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്തന്നെ ഈ കമ്പത്തെ നടിവരെ ഇട്ട് പറയുന്നേ. വാങ്ങിച്ചല്ലേ? കറിയുടെ ടേസ്റ്റ് പറ. കൊള്ളാം. സത്യമാണോ? കൊള്ളാം, അടിപൊളി. അല്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തു, നാളെ തൊട്ട് പോപ്പി, നാളത്തെ രാവിലത്തെ കാപ്പി തൊട്ട് പോപ്പിയാണേ. ഇവനാണ് ഉണ്ടാക്കി? അതിനില്ലായിരുന്നു. ഇല്ല, ഞാനോട് നിങ്ങളാ ഉണ്ടാക്കിയത്. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ അത് മതി, വല്ലപ്പോഴും മതി. നാളെ ഒരു ദിവസം, നാളെ രാവിലെ എന്നതാ പോപ്പി? നാളത്തെ മെനു പറയൂ. രാവിലെ ഓരോ ബുൾസയും പഴമരിഞ്ഞതും. അത് മതി. ഏത്തപ്പഴവും മുട്ടയും. ഉച്ചയ്ക്കും ഏത്തപ്പഴവും മുട്ടയും. പരിപാടി നടക്കത്തില്ല. രാത്രി 3 പുഴുങ്ങിയ മുട്ടയും. അതെ, കഴിച്ചിട്ട് കിടക്കാം. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.